ആദ്യം തന്നെ സ്റ്റോറിയിൽ നമ്മുടെ നായകനെ കാണിക്കുകയാണ്. അവൻ്റെ പേരാണ് ഷോയ ഇഷിത. അവൻ ചെയ്യുന്ന പാർട്ട് ടൈം ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് തൻ്റെ അമ്മയ്ക്ക് കുറച്ച് ക്യാഷൊക്കെ അവരുടെ അരികിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കാനായി ഒരു പാലത്തിൻ്റെ അരികിലൂടെ അവൻ നടന്നു നീങ്ങുകയാണ്. എന്നിരുന്നാലും അവസാന നിമിഷം അവൻ്റെ മനസ്സ് മാറുകയും പാലത്തിൽ നിന്ന് ചാടേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. കുറച്ച് നിമിഷത്തിന് ശേഷം തന്നെ ആ നിമിഷത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഷോയെ ഓർക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 2016 റിലീസായ ക്യോട്ടോ അനിമേഷൻ സ്റ്റുഡിയോയിൽ നിന്നുള്ള നവോക്കോ യമാദ ഡയറക്റ്റ് ചെയ്ത കൊയനോ കദാച്ചി അഥവാ എ സൈലന്റ് വോയ്സ് എന്ന ഡ്രാമ അനിമി മൂവിയാണ്. സോ ഇത് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ വെൽക്കം ടു ഫിക്ഷണൽ ബസ്റ്റേഴ്സ്. തുടർന്ന് അവൻ്റെ എലിമെൻ്ററി സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. അവൻ്റെ കുട്ടിക്കാലം ഒരുപാട് ഫ്രണ്ട്സൊക്കെയായി നന്നായി എൻജോയ് ചെയ്തിരുന്നു. അവൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള നവോക്ക എന്ന പെൺകുട്ടിക്ക് അവനോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവളത് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ന്യൂ സ്റ്റുഡൻ്റായി ഷോക്കോ നിഷിമിയ എന്നൊരു പെൺകുട്ടി അവൻ്റെ ക്ലാസ്സിലേക്ക് വരികയാണ്. അവൾ വന്ന ദിവസം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. എന്തെന്നാൽ അവൾക്ക് പൂർണ്ണമായും ചെവി കേൾക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ ഒരു നോട്ട്ബുക്കിൽ കാര്യങ്ങളെല്ലാം എഴുതിയാണ് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ചില സമയത്ത് സൈൻ ലാംഗ്വേജും ഷോക്കോ ഉപയോഗിക്കാറുണ്ട്. ആദ്യമൊക്കെ മിക്ക കുട്ടികളും അവരെ കൊണ്ട് കഴിയുന്ന വിധം അവളെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ നോട്ട്ബുക്കിലെ പേജസിൽ മാത്രം എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി സംസാരിക്കാൻ അവർ മടുക്കുന്നു. അങ്ങനെ എല്ലാവരും അവളെ അവഗണിക്കാൻ തുടങ്ങി. എല്ലാ കുട്ടികളും അവളെ കളിയാക്കുകയാണ് ചെയ്തത്. ഇഷിതയും അവളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. അവളുടെ ഹിയറിംഗ് എയ്ഡ്സ് ആണ് വലിച്ചൊരു കളയും. ഒരു ദിവസം ഇഷിത അങ്ങനെ ചെയ്തപ്പോൾ അവളുടെ ചെവിയിൽ നിന്നും ബ്ലഡ് വന്നു. അത് കണ്ട് കുട്ടികളെല്ലാം പേടിക്കുന്നു. അടുത്ത ദിവസം നിഷിമിയ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആകുന്നു. അവൾ സ്കൂളിൽ വന്നിട്ട് വെറും 5 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇതിനുള്ളിൽ തന്നെ അവൾക്ക് 8 ഹിയറിംഗ് എയ്ഡ്സ് നഷ്ടമായിരിക്കുന്നു. അവളെ നിങ്ങൾ ബുള്ളി ചെയ്യുന്നുണ്ടെന്ന് അവളുടെ അമ്മയ്ക്ക് പരാതിയുണ്ട് എന്ന് ക്ലാസ് ടീച്ചർ വന്ന് പറയുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കുറ്റക്കാരായിരുന്നിട്ട് കൂടി എല്ലാവരും ചേർന്ന് ഇഷിതയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നു. ഇഷിത തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മയെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അവർ ഇഷിതയെയും കൂട്ടി നിഷിമിയയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ നിഷിമിയയുടെ അമ്മയോട് സോറി പറയുകയും ഹിയറിംഗ് എയ്ഡ്സ് വാങ്ങാൻ ക്യാഷ് കൊടുക്കുകയും കൂടാതെ മകൻ വരുത്തിയ വേദനയ്ക്ക് പരിഹാരമായി അവർ തൻ്റെ കമ്മലുകൾ സ്വന്തം ചെവിയിൽ നിന്നും പറിച്ചെടുക്കുന്നു. അടുത്ത ദിവസം സ്കൂളിൽ തിരിച്ചെത്തിയ ഇഷിതയെ മറ്റു കുട്ടികളെല്ലാം ചേർന്ന് കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്തു. മറ്റുള്ളവർ അവനെ കളിയാക്കി ഡെസ്കിൽ എന്തോ എഴുതി വെച്ചിരുന്നത് കണ്ട നിഷിമിയ ഇഷിത കാണുന്നതിന് മുൻപ് തന്നെ അത് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടുവന്ന ഇഷിത അവൾ കാരണമാണ് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞു അവർ തമ്മിൽ തല്ലുണ്ടാകുന്നു. അതിനുശേഷം നിഷിമിയ അവിടെ നിന്നും വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഇപ്പോൾ അവിടെ എല്ലാ കുട്ടികളും ചേർന്ന് ഒരു പാവം ചെവി കേൾക്കാത്ത കുട്ടിയെ ബുള്ളി ചെയ്ത ആളെന്നും പറഞ്ഞ് ഇഷിതയെ ഒറ്റപ്പെടുത്തുന്നു. ഇഷിതയ്ക്ക് പുതിയ ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എപ്പോഴും അവൻ താൻ പണ്ട് ചെയ്ത തെറ്റുകളെ പറ്റി ഓർത്ത് വിഷമിക്കും. ഇനിയുള്ള സീനിൽ പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. സൂയിസൈഡ് ചെയ്യുന്നതിൽ നിന്നും പിന്മാറിയ ഇഷിത നിഷിമിയയ്ക്ക് അവളുടെ നോട്ട്ബുക്ക് തിരിച്ചു കൊടുക്കാൻ സൈൻ ലാംഗ്വേജ് സെൻറ്ററിലേക്ക് വരുന്നു. അവിടെ എത്തിയ അവൻ അവൾക്ക് നോട്ട്ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആകാമെന്ന് പറയുന്നു. നിഷിമിയ അതിന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം ഇഷിതയുടെ അമ്മ അവൻ സൂയിസൈഡ് ചെയ്യുന്നതിന് മുൻപ് അമ്മയ്ക്കായി വെച്ചിട്ട് പോയ അവൻ്റെ സമ്പാദ്യം ഇനി അവൻ സൂയിസൈഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് പറയുന്നു. ഇഷിത അമ്മയോട് മാപ്പ് പറഞ്ഞ് സത്യം ചെയ്യുന്നു. എന്നാൽ അറിയാതെ അവൻ്റെ അമ്മ അത് കത്തിച്ചു കളയുന്നു. അതിനുശേഷം ഇഷിത ഹൈസ്കൂളിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തീർത്തും തന്നിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഇൻട്രോവേർട്ടായ ഇഷിതയാണ്. അവൻ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് ഒഴിവാക്കി മറ്റുള്ളവരുടെ എല്ലാം മുഖത്ത് ക്രോസ് മാർക്ക് ഉള്ളതായി അവൻ മനസ്സിൽ കണ്ടു.
അടുത്ത ദിവസം ഇഷിത തൻ്റെ ക്ലാസ്സിലുള്ള നഗാസുക്കി എന്ന കുട്ടിയുടെ സൈക്കിൾ ആരോ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതായി കണ്ടു. ഇഷിത അവനെ സഹായിക്കാൻ വേണ്ടി അവൻ്റെ സ്വന്തം സൈക്കിൾ അയാൾക്ക് കൊടുത്തുവിട്ടു. അവിടെ നിന്നും ഇഷിത നിഷിമയെ കാണാനായി സൈൻ ലാംഗ്വേജ് സെൻ്ററിലേക്ക് പോവുകയാണ്. അവൾക്ക് കൊടുക്കാനായി ഒരു ബ്രെഡും അവൻ വാങ്ങിയിരുന്നു. അവിടെ ചെന്ന് അവനെ യുസുരു എന്ന പേരുള്ള ഒരു കുട്ടി നിഷിമയെ കാണുന്നതിൽ നിന്ന് തടയുകയും അവൻ നിഷിമയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുകയാണ് ചെയ്തത്. തിരിച്ചു പോകുന്ന ഇഷിതയെ നഗാസുക്കി കാണുന്നു. അവൻ ഇഷിതയുടെ നഷ്ടപ്പെട്ടു പോയ സൈക്കിൾ കണ്ടെത്തി തിരിച്ചു കൊടുക്കാനായി വന്നതാണ്. അങ്ങനെ നഗാസുക്കി അവൻ്റെ ആദ്യത്തെ ഫ്രണ്ടാകും. Over here! Look! Check it out! I found your bike! This is yours, isn't it? What perfect time! Thank goodness I did. And I found you, too. Something wrong? കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇഷിത വീണ്ടും നിഷിമയെ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവസാനം അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും ചെയ്യും. അവർ രണ്ടുപേരും ചേർന്ന് മീനിന് ബ്രെഡ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇഷിതയുടെ കയ്യിൽ നിന്ന് നിഷിമയുടെ നോട്ട്ബുക്ക് അറിയാതെ നദിയിലേക്ക് വീഴുമ്പോൾ അതെടുക്കാനായി നദിയിലേക്ക് ചാടിയ നിഷിമയുടെ പിന്നാലെ ഇഷിതയും ചാടുന്നു. യുസുരു ഇഷിത അതിലേക്ക് ചാടുന്നത് ഫോട്ടോ എടുത്തിട്ട് അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ആ നദിയിൽ ഇറങ്ങുന്നത് ബാൻ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ അവനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് തൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയായ മറിയയുടെ കൂടെ പാർക്കിലേക്ക് പോയ ഇഷിത അവിടെ വെച്ച് വീട്ടിൽ നിന്നും ഓടി വന്ന യുസുരുവിനെ കാണുന്നു. അവൻ യുസുരുവിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. രാത്രിയിൽ അവിടെ നിന്നും പോകുന്ന യുസുരുവിന് പിന്നാലെ ഇഷിതയും പോകുന്നു. ഫ്രണ്ട്ലിയായി സംസാരിച്ചിരുന്ന ഇഷിതയോട്, സീരിയസ്ലി എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? എന്നെ സഹായിച്ചുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇതൊക്കെ നിന്റെ അഭിനയമല്ലേ? അവൾക്ക് ചെവിയേൽക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നീ അവളെ ഒരുപാട് കളിയാക്കിയിരുന്നത്? എന്നിട്ടിപ്പോൾ നീ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ട് നീ നല്ല വ്യക്തിയാവുമെന്നാണോ നീ വിചാരിക്കുന്നത്? നീ ഇപ്പോഴും ഡിസ്കസ്റ്റിംഗ് ആണ് എന്ന് യുസുരു പറയുന്നു. ഓ, നിഷിമ നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? നീ പറഞ്ഞ ശരിയാ. ഐ ആം എ ടെറിബിൾ ഹ്യൂമൻ ബീങ്. എനിക്ക് ജീവിക്കാൻ ഒരു അധികാരവുമില്ല. എന്നാൽ നിഷിമ ഇനിയും ഒരിക്കലും കരയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ യുസുരുവിന് ഇഷിത പഴയ പോലെ അല്ലെന്ന് മനസ്സിലാകുന്നു. വീടെത്തിയപ്പോൾ യുസുരു, സോറി, നിന്നോട് ഞാനിത് പറയാൻ വൈകി. ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് അല്ല, അനിയത്തിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അവളുടെ അമ്മ വന്ന് ഒരു വാക്കുപോലും മിണ്ടാതെ അവനെ തല്ലുന്നു. അവൻ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവളുടെ അമ്മയ്ക്ക് അവനോട് ഇഷ്ടമല്ലായിരുന്നു. അടുത്ത ദിവസം ഇഷിത പിന്നെയും നിഷിമയെ കാണുകയും നഗസുക്കിയെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നിഷിമ അവൾക്ക് തൻ്റെ പഴയ ഫ്രണ്ടായ സഹാറയെ കാണണമെന്ന് ഇഷിതയോട് ആവശ്യപ്പെട്ടു. എലിമെൻ്ററി സ്കൂളിൽ വെച്ച് നിഷിമയോട് ഫ്രണ്ട്ലിയായി പെരുമാറിയ ഒരേ ഒരു കുട്ടിയായിരുന്നു സഹാറ. ഇഷിത ക്ലാസ്മേറ്റായ കവായുടെ സഹായത്താൽ സഹാറയുടെ പുതിയ സ്കൂൾ കണ്ടുപിടിച്ച് അവർ 3 പേരും വീണ്ടും കണ്ടുമുട്ടി. തിരികെ പോകുന്ന വഴി ഇഷിത തൻ്റെ പഴയ ക്ലാസ്മേറ്റായ നവോക്കയെ കാണുന്നു. അന്ന് നവോക്കയും ഇഷിതയുടെ ഒപ്പം തന്നെ നിഷിമയെ ഒരുപാട് ബുള്ളി ചെയ്തിരുന്നതാണ്. ഇഷിത പിന്നീട് അവളെ കാണാൻ അവൾ വർക്ക് ചെയ്യുന്ന ക്ലബിലേക്ക് വരുന്നു. എന്നാൽ അവൻ കാണാതെ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം എവിടെ നിന്നോ നവോക്ക ഇഷിതയുടെ സൈക്കിളിൻ്റെ പിന്നിൽ വന്ന് കയറുകയും പണ്ടവനെ ഒറ്റപ്പെടുത്തിയതിൽ മാപ്പ് പറയുന്നു. അവർ രണ്ടുപേരും റോഡിനപ്പുറത്ത് നിഷിമയെ നിൽക്കുന്നത് കാണുന്നു. അവളെ കണ്ടതും നവോക്ക അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ ഹിയറിംഗേഴ്സ് തട്ടിപ്പറിക്കുകയാണ് ചെയ്തത്. കണ്ട ഇഷിത ദേഷ്യപ്പെട്ട് നവോക്കയോട് നിർത്താൻ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം നിഷിമിയ അവളുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയാണ് ഇഷിതയെ കാണാൻ വന്നത്. അവൾ അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവളുടെ ഇഷ്ടം തുറന്നു പറയുന്നു. എന്നാൽ അവൾ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കാതെ പറയാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവൾ പറയുന്നത് എന്താണെന്ന് ഇഷിതയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് ചെവി കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ സംസാരിക്കുന്നതൊന്നും വ്യക്തമാവില്ലായിരുന്നു. എന്നാൽ ഇഷിത കേൾക്കുന്നത് ഐ ലവ് മൂൺ എന്നാണ്. അതെ, ഇന്ന് മൂൺ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നു. നിഷിമയെ നാണം കൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവൾ അത് അനിയത്തിയായ യുസുരുവിനോട് പറയുന്നുണ്ട്.